റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാജ്യത്ത് ഡിജിറ്റൽ സാമ്പത്തിക ഇടപാട് നടത്താൻ അനുമതിയുള്ളത് 2076 ആപ്പുകൾക്ക് മാത്രമാണ്. അനുമതിയുള്ള ആപ്പുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാങ്കിംഗ്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആപ്പുകളുടെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും പരാതികളുണ്ടെങ്കിൽ നൽകാനുള്ള ഉദ്യോഗസ്ഥന്റെ പേരും ഇമെയിൽ വിലാസവും മൊബൈൽ നമ്പറും സഹിതമാണ് RBI വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സുനിൽ തോമസുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ തോമസ്, ഈ ലോൺ ആപ്പുകൾ നിയമവിധേയമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ RBIയുടെ ഈ പട്ടിക പരിശോധിച്ചാൽ മതി. പക്ഷെ അതൊന്നും സാധാരണക്കാർക്ക് ലഭ്യമാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് ചില ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്ന ഇൻസ്റ്റാ ഫണ്ട്സ് അടക്കമുള്ള ചില ആപ്പുകളൊന്നും RBIയുടെ പട്ടികയിലേ ഇല്ല, അല്ലേ സിനോജ് തോമസ്? ഹനുമാർ, തീർച്ചയായിട്ടും. അതായത് ഒരു ലോൺ ആപ്പ് ഉപയോഗിച്ച് ഒരാൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മൊബൈൽ ഫോൺ വഴിയാണ് ആ ലോൺ എടുക്കുന്നത്. ആ വ്യക്തിക്ക് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി സിറ്റിസൺ കോർണറിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്പിന് ഇന്ത്യയിൽ അനുമതി ഉണ്ടെന്ന് കൃത്യമായി നോക്കാൻ സാധിക്കും. പലതവണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പരസ്യം നൽകിയതാണ്. ഏത് പൗരനും അത് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ലോൺ ആപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ ലഭിക്കുന്നു. ഈടായിട്ട് സ്വർണമോ അല്ലെങ്കിൽ വസ്തുവിന്റെ ആധാരമോ നൽകേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതൽ യുവാക്കളാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. പ്രത്യേകിച്ച് അവരറിയാതെ പോലും അവരുടെ മൊബൈൽ ഫോണിലുള്ള ഗ്യാലറിയിലെ ചിത്രങ്ങളും അവരുടെ ഫോണിലെ കോൺടാക്റ്റുകളുമാണ് അവർ ഈടായിട്ട് നൽകുന്നത്. പെട്ടെന്ന് ഇതൊന്നും ഇല്ല, ചോദിച്ചാൽ ഒരു 10,000 20,000 കിട്ടുന്നു കരുതിയാണ് ഇതിനകത്തേക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നു അങ്ങനെ എടുത്ത് ചാടരുത്, വലിയ അപകടമാണ്. അതുകൊണ്ടാണ് 2076 ആപ്പുകൾക്ക് മാത്രം RBI അനുമതി നൽകിയിരിക്കുന്നു. അതിൽ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ആപ്പുകളുണ്ട്, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആപ്പുകളുണ്ട്. കൃത്യമായി ഏത് ലിങ്കിൽ പോയി അത് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിലാണ്, ആപ്പ് സ്റ്റോറിലാണ്, എവിടെ പോയിട്ടാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിന് ലിങ്ക് ഉൾപ്പെടെയാണ് RBI അവരുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ലോൺ എടുത്ത ശേഷം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എവിടെ പോയി പരാതിപ്പെടണം? ലോൺ ആപ്പാണ് പരാതിപ്പെടാൻ ഒരു വഴിയുമില്ല. പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ അനിൽ ഇമ്മാനുവൽ പറഞ്ഞ പോലുള്ള പ്രതികരണമായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഈ RBI പറയുന്ന സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ആരെ ബന്ധപ്പെടണം, ആ ഉദ്യോഗസ്ഥന്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, വിലാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും RBIയുടെ വെബ്സൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ലോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ RBIയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, സിറ്റിസൺ കോർണറിൽ പോകുക, അംഗീകൃത ആപ്പിൽ നിന്ന് മാത്രം ലോൺ എടുക്കുക, ഗൈഡ് ലൈൻ പാലിക്കുക എന്ന നിർദ്ദേശം മാത്രമാണ് നൽകാനുള്ളത്. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ നിയമവിധേയമല്ലാത്ത ആപ്പുകളിൽ നിന്ന് പണം വാങ്ങിയാൽ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? തിരിച്ചടയ്ക്കേണ്ടതില്ല. അവന്മാരെ നമുക്ക് പറ്റിക്കാം. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ ഫോട്ടോകൾ സൂക്ഷിക്കാതിരിക്കുക. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ പറയുന്ന പേരുകൾ ഒരുപക്ഷെ പുതിയൊരു സിമ്മിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന ലോൺ ആപ്പുകളെ നിങ്ങൾക്കും പറ്റിക്കാൻ കഴിയും. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ആ പൈസയൊന്നും നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതുമില്ല. എങ്ങനെ ഈ പറയുന്ന റിസർവ് ബാങ്കിന്റെ പട്ടികയിൽ ഉൾപ്പെടാത്ത നേരത്തെ അനിൽ ഇമ്മാനുവൽ വിശദീകരിച്ച നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ലോൺ ആപ്പുകളുണ്ട്. ആ ലോൺ ആപ്പുകളിൽ നിന്ന് പണമെടുത്തതിന്റെ പേരിൽ 6-ാം തീയതി മുതൽ നിങ്ങളെ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളതിനോട് പ്രതികരിക്കേണ്ടതേയില്ല. നിങ്ങളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാൽ അത് നാട്ടുകാരോട് പറഞ്ഞാൽ മതി. ഇങ്ങനെ പൈസ എടുത്തിട്ടുണ്ട്, മോർഫ് ചെയ്ത ചിത്രം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ ഇവർ ആർക്കൊക്കെ അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. നമുക്കത് മൈൻഡ് ചെയ്യാതിരുന്നാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. പക്ഷേ പലരും ദുർബലരായിട്ടുള്ള മനുഷ്യർ അതിൽ വീണു പോകും. നിയമവിധേയമല്ലാത്ത ആപ്പുകളിൽ നിന്നെടുത്ത പണം അത് തിരിച്ചടയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള കാര്യത്തിൽ വിട്ടു നൽകുന്നു. തിരിച്ചടച്ചിട്ടില്ലെങ്കിലും നിയമപരമായ ഒരു നടപടിയും ഉണ്ടാവില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.